Hi friends, welcome to Hello Tech Malayalam. Realme 6 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ Realme അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ സാധാരണ നമ്മൾ മിഡ് റേഞ്ച് പ്രൈസിൽ ആ ഒരു 15,000 രൂപയ്ക്കൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ Realme 5 സീരീസ് അല്ലെങ്കിൽ Realme ആ ഒരു സീരീസ് സ്മാർട്ട് ഫോണൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ Realme 6 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് കുറച്ചൊരു പ്രൈസ് കൂടിയ ഒരു റേഞ്ചിലാണ്. നേരത്തെ Realme ഇറക്കിയിട്ടുള്ള X2 Realme XT എന്ന സ്മാർട്ട് ഫോണിലൊക്കെ വരുന്ന ആ ഒരു പ്രൈസ് റേഞ്ചാണ് Realme 6 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. കാര്യമായ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറയിലാണ് പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഈ ഒരു പ്രൈസിലുള്ള ഒരു ക്യാമറ സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ കടക്കും മുമ്പ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നേരെ വീഡിയോയിലേക്ക് വരാം. അത് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതുവരെ നമ്മൾ Realme കണ്ടിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഗ്ലാസ് ഡിസൈനാണ്, ഒപ്പം കോർണിംഗ് 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. Realme 5 സീരീസിലൊപ്പം തന്നെ Realme 6ലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ക്യാമറ ഫിക്സിംഗ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈഡിലായിട്ടാണ് ഇത്തവണ ഫിംഗർ പ്രിൻറ്റ് സംവിധാനമൊക്കെ നൽകിയിരിക്കുന്നത്. അപ്പം വ്യത്യസ്തമായൊരു സ്റ്റൈലിഷ് ആയൊരു നല്ലൊരു ഡിസൈനാണ് Realme 6 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ Realme ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചുമായിട്ട് നമുക്ക് നോക്കുമ്പോൾ 90 Hz റിഫ്രഷ് റേറ്റോട് കൂടി വരുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഡ്യുവൽ പഞ്ച് ഹോളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 19.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും കോർണിംഗ് 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന 6.6 ഇഞ്ചോട് കൂടി ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊരു AMOLED ഡിസ്പ്ലേ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയൊരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് കിട്ടുമായിരുന്നു. ഈ 90 Hz റിഫ്രഷ് റേറ്റ് ഇപ്പോൾ ഓൾറെഡി അവർ Realme 6 എന്ന സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചു. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോ വെർഷൻ എന്ന രീതിയിൽ വരുമ്പോൾ ഈ ഒരു 90 Hz റിഫ്രഷ് റേറ്റ് നമുക്കൊരു AMOLED ഡിസ്പ്ലേ ഭാഗത്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ Realme 6 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്വാൽക്കത്തിൻ്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് പ്രൊസസ്സറായ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 720G എന്ന ഗെയിമിംഗ് പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 8mm ചിപ്സെറ്റാണ്. ഒപ്പം ഇന്ത്യയുടെ തന്നെ നാവിക് സംവിധാനം GPS, അമേരിക്കയുടെ GPS പോലെ ഇവിടെ ഇന്ത്യയുടെ നാവിക് സംവിധാനമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു ചിപ്സെറ്റാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. അത്യാവശ്യം നല്ല ഒരു ചിപ്സെറ്റ് തന്നെയാണ്. 2.3 GHz ക്രോസ് സ്പീഡോട് കൂടിയാണ് പ്രവർത്തിക്കുക. 8nm ചിപ്സെറ്റാണ്. ഇതാണ് ഈ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കാര്യമായൊരു പ്രശ്നം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഈ ഒരു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. LPDDR4X റാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം UFS 2.1 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. Android 10ഉം Realme UI കൂടെയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഇനി ക്യാമറ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽ സൈഡ് നമ്മൾ നേരത്തെ Realme പലതവണ ഉപയോഗിച്ചിട്ടുള്ള സാംസങ്ങിൻ്റെ തന്നെ GW1 സെൻസറായ 64 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ 12 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ സംവിധാനം അടങ്ങിയ ഒരു ലെൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുള്ള കാര്യമാണ്. ഹൈബ്രിഡ് സൂമിങ്ങും ഒപ്റ്റിക്കൽ സൂമിങ്ങും ഡിജിറ്റൽ സൂമിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഭാഗത്ത് കിട്ടുന്നുണ്ട്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസുമാണ് ബാക്കി വരുന്ന ക്യാമറ സെറ്റപ്പ്. UAS പോലുള്ള ഏറ്റവും പുതിയ സ്റ്റെബിലൈസേഷൻ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ റിയൽ സൈഡിൽ ഇതുവരെ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് റിയൽ സൈഡിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കിട്ടുക. സോണി IMX471 കൂടി വരുന്ന ഒരു 16 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും ഒപ്പം 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കിട്ടുക. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ നമുക്ക് കാണുന്ന ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എന്ന രീതിയിൽ ഒന്നെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ Realme ഫ്രണ്ട് ക്യാമറയിലും ഒപ്പം തന്നെ റിയൽ ക്യാമറയിലും ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ക്യാമറയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ കിട്ടുന്ന മറ്റ് റിവ്യൂകളൊക്കെ നോക്കി മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും സ്പെസിഫിക്കേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെസ്റ്റായൊരു ഇതുവരെ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടിട്ടില്ലാത്ത നല്ലൊരു വ്യത്യസ്തമായ ഒരു ക്യാമറ സെറ്റപ്പ് റിയൽ സൈഡിലും ഒപ്പം തന്നെ ഫ്രണ്ടിലും നമുക്ക് Realme 6 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 4300 mAh ബാറ്ററി കപ്പാസിറ്റിനെയാണ് Realme 6 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുക. ഒപ്പം 30 വോട്ട് ബൂക്ക് ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇൻ ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല തലക്കേടില്ലാത്ത ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഉൾക്കൊള്ളിച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒപ്പം USB ടൈപ്പ് C പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6GB RAM 64GB സ്റ്റോറേജിന് 17,000 രൂപയും 6GB RAM 128GB സ്റ്റോറേജിന് 18,000 രൂപയും
8 GB റാം 128 GB സ്റ്റോറേജിന് 19,000 രൂപയാണ് പ്രൈസ് വരിക. മാർച്ച് 13-ാം തീയതിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ സാധിക്കുക. ഓഫ്ലൈനിലും ഓൺലൈനിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ സാധിക്കും. അത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു 6 സീരീസിലുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഒരു കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിലനിൽക്കുന്ന റിയൽമി X2 ഒക്കെ സ്മാർട്ട് ഫോണൊക്കെ നോക്കുമ്പോൾ കാര്യമായൊരു ഡിഫറൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പറയാൻ സാധിക്കില്ല. 90 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള സംവിധാനം ഒരു അമോലെഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ IR ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിഫറൻ്റ് ആയ നല്ലൊരു അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെ Realme 6 Pro എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടും. Realme 6ഉമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഡിസൈനൊക്കെ റിയൽ സൈഡ് മാറി കിട്ടി, ഒപ്പം പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോസസ്സർ ഒന്ന് മാറി എന്നുള്ള കാര്യങ്ങളല്ലാതെ കാര്യമായ ഒരു ഡിഫറൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും Redmi Note 9 സീരീസ് സ്മാർട്ട് ഫോണുകൾ 12-ാം തീയതി ലോഞ്ച് ചെയ്യും. അതിൽ നമുക്ക് 5G സെറ്റപ്പും അമോലെഡ് ഡിസ്പ്ലേ സെറ്റപ്പും ഒക്കെ ഉൾക്കൊള്ളിക്കുമെന്നൊക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തായാലും Redmi Note 9 സീരീസ് സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം Realme 6 സീരീസ് സ്മാർട്ട് ഫോൺ എടുക്കുന്നതാകും കുറച്ചുകൂടെ ബെറ്റർ ആയൊരു നല്ല തീരുമാനമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.